ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ 10th പ്രിലിമിനറിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും അവയുടെ എക്സ്പ്ലനേഷനുമാണ് ചെയ്യുന്നത്. ഇത് 5th പാർട്ടാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. 27ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. എ, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ബി, ദേശീയ വനിതാ കമ്മീഷൻ. സി, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. ഡി, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇതിൽ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ഇന്ന് 4 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് വായിക്കുന്നത്, കാരണം 4ൻ്റെ എക്സ്പ്ലനേഷൻ ഒരുമിച്ചാണ് പറയാനുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 3. ഇന്ത്യൻ പാർലമെൻറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കിയ വർഷം 1993 സെപ്റ്റംബർ 28 എന്നാണ് പാർലമെൻറ്റ് പാസാക്കിയത്. 1993 സെപ്റ്റംബർ 28. നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. പാസ്സാക്കപ്പെട്ടത് 93 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ: പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ആരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ഇതിലെ അംഗങ്ങൾ ആരൊക്കെയായിരിക്കും? സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, 3 മനുഷ്യാവകാശ പ്രവർത്തകർ. ആരൊക്കെയാണ്? സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, 3 മനുഷ്യാവകാശ പ്രവർത്തകർ. ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സൺ, SC കമ്മീഷൻ ചെയർപേഴ്സൺ, ST കമ്മീഷൻ ചെയർപേഴ്സൺ, നാഷണൽ വുമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഒന്നും കൂടെ പറയാം. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സൺ, SC കമ്മീഷൻ ചെയർപേഴ്സൺ, ST കമ്മീഷൻ ചെയർപേഴ്സൺ, നാഷണൽ വുമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. എന്താണ് ആപ്തവാക്യം? സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിരുന്നത് ആരാണ്? അതും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ.
മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയും ഏറ്റവും കൂടുതൽ അധ്യക്ഷനായിരുന്നതും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12. നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? അത് രാഷ്ട്രപതിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേര്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേര്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആസ്ഥാന മന്ദിരം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ആസ്ഥാന മന്ദിരം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നത് രാഷ്ട്രപതി. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേര്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആസ്ഥാന മന്ദിരം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നെക്സ്റ്റ് പോയിന്റ്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പ്രതിപക്ഷ നേതാവ്. ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ MM പരീത് പിള്ള. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? MM പരീത് പിള്ള. സെക്കൻഡ് ചെയർമാൻ N ദിനകർ. സെക്കൻഡ് ചെയർമാൻ ആരാണ്? N ദിനകർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഓർത്തു വയ്ക്കണം. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, നിയമിക്കുന്നത് ഗവർണർ. അംഗസംഖ്യ 3 പേരാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലായിരുന്നെങ്കിൽ 6 പേരായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയെന്ന് ഓർത്താൽ മതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 പേരാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഒരേ കണക്കാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആസ്ഥാന മന്ദിരം ടർബോ പ്ലസ് ടവർ, തിരുവനന്തപുരം. ആസ്ഥാന മന്ദിരം ടർബോ പ്ലസ് ടവർ, തിരുവനന്തപുരം. ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളൈ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് കുറച്ച് പോയിൻ്റ് കൂടെ പറയാം. നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആസ്ഥാന മന്ദിരം ടർബോ പ്ലസ് ടവർ, തിരുവനന്തപുരം. ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ പോയിൻറ്റ്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക്